Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope all of you are doing well. നിങ്ങൾ ഒരു പുതിയ വർഷത്തേക്ക് കടക്കാൻ പോവുകയാണ്. You are about to step into a new year. അതിനു മുമ്പ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രോമിസസിനെ മുറുകെ പിടിക്കുക. Just before you step into the new year, hold on to the promises God has given you. ഇനി ഇതൊരു ഉണർവിന്റെ കാലമാണ്. This age is an age of revival. അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ടച്ച് ചെയ്യാൻ പോവുകയാണ്. It's going to touch your lives. ആ ഉണർവിന്റെ കാലത്തിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നു. You have entered into the age of revival. ഇതുവരെ പുറകോട്ട് നോക്കുമ്പോൾ ഒരു പരാജയം മാത്രം ഫീൽ ചെയ്തു. If you look back, you might have felt like it was all a failure. ഇനി പരാജയത്തിന്റെ കാലമല്ല, ഒരു വിജയത്തിന്റെ കാലമാണ്. But it's not the age of failure, but of success and victory. The spirit in everyday living. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന്റെ സഹായം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ജീവിക്കുക. You need to live with the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോയാൽ, If you go ahead without the help of the Holy Spirit, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയും. you won't be able to enjoy the joy and the peace of the Holy Spirit. അപ്പോസ്തല പ്രവൃത്തി 13:52 പഠിക്കുമ്പോൾ, Acts chapter 13 verses 52 says, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. and the disciples were filled with joy and with the Holy Spirit. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും സമാധാനവും കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവ്. So Holy Spirit is a spirit that brings joy, peace and healing into our lives. പീഡനങ്ങൾക്കോ ആമേൻ കാരാഗ്രഹങ്ങൾക്കോ കെടുത്തിക്കളയുവാൻ കഴിയാത്ത ഒന്നാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit is the person which cannot be quenched by persecution or imprisonment. ഏത് കഷ്ടത്തിൽ കിടന്നാലും പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ക്രിസ്തു ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ എന്നും ഇരിക്കുന്നത് കാണുവാൻ കഴിയും. If you have the Holy Spirit within you, if you have Christ within you, no matter what trouble you go through, you will always be joyous and peaceful. ഒരു സമയത്ത് സഭയ്ക്കെതിരെ പീഡനങ്ങളും പ്രശ്നങ്ങളും എഴുന്നേറ്റ് വന്നപ്പോൾ, At a point in time when the church was undergoing trouble and persecution, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പൗലോസും ശിഷ്യന്മാരും സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായെന്ന്. When the church was going through such a time of trouble and persecution, the Bible says Paul and the disciples were rejoicing in the Lord. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. The Holy Spirit is about to bring a great joy in your life. It was a joy that come as the Holy Spirit gave honor and glory to Jesus. പരിശുദ്ധാത്മാവ് ദൈവമായ ക്രിസ്തുവിന് ഒരു മഹത്വവും പുകഴ്ചയും കൊടുത്തതിലൂടെ സന്തോഷം വരുവാനിടയായി. In his ministry, Apostle Paul also gave all the glory to Jesus. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയിലെല്ലാം മഹത്വം കർത്താവായ യേശുവിന് നൽകുവാനിടയായി. പൗലോസിന്റെ എല്ലാ സന്ദേശവും ശുശ്രൂഷയും തന്റെ വ്യക്തിപരമായ ജീവിതവും എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. Paul's ministry, life, everything that he did was centered in Christ Jesus. അവൻ അപ്പോസ്തല പ്രവൃത്തി 26:19 പഠിക്കുമ്പോൾ, When we take note of Acts chapter 26 verses on, പൗലോസ് പറയുകയാണ്, താൻ ഒരിക്കലും സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന്. Paul said he was never disobedient to the heavenly vision given to him. ആ സ്വർഗീയ ദർശനത്തിന് ഒത്തവണ്ണം നാം മുന്നോട്ട് പോവുക. We need to go according to the heavenly vision given to us. ഈ ദിവസങ്ങളിൽ, In these days, ദൈവത്തെ അനുസരിച്ച്, being obedient to God, ആമേൻ, വചനത്തിന് അനുസരണമായി being obedient to the word of God, നല്ല ജീവിതം ചെയ്യുക. you need to live a good life. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. I share a truth with you. യേശു വരാറായി. Jesus is coming soon. ആമേൻ. ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ
കർത്താവിന്റെ വരവെങ്കിൽ പോകുവാൻ കഴിയും. If you confess with your mouth in your life, that's when you can be taken with the Lord when he comes. ഇതുവരെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, If there's anyone who has not yet received Jesus as their Lord and Savior, നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ as you listen to this message, യേശുവിനോട് പറയുക, യേശുവേ എൻ്റെ പാപമെല്ലാം അങ്ങ് ക്ഷമിക്കണമേ. cry out to Jesus and say, Lord, forgive me of my sins. എനിക്കായി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ വിശ്വസിക്കുന്നു. Lord, I believe that you died, you rose from the dead for me. യേശുവേ അങ്ങ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Lord, I believe that you are going to come soon. അങ്ങയുടെ പാപമെല്ലാം അങ്ങ് എൻ്റെ പാപമെല്ലാം കഴുകിക്കളയണമേ. Lord, cleanse me of my sin. ഹല്ലേലൂയ. Hallelujah. ഈ സമയത്ത് യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. Oh, at that time the Lord will come into your life. നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷവും സമാധാനവും ലഭിക്കും. And you will receive the fullness of joy and peace in your life. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. No matter how scarlet red your sins are, God is going to wash it clean and make it white as snow. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു മുന്നേറുക. You need to move ahead full of the Holy Spirit. പരിശുദ്ധാത്മാ ശക്തിയിൽ മുന്നേറുക. You need to move forward in the power of the Holy Spirit. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഈ മാസം This month നിങ്ങളുടെ ലൈഫിൽ in your life, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രവൃത്തി കാണാൻ പോകുന്നു. you are going to witness the power of the Holy Spirit in your lives. പല വഴികളും തുറക്കപ്പെടും. Many doors, many ways that have been shut before you are going to open before you. ഒരു പരിഹാരം ലഭ്യമാകും. Your problems are going to be resolved. കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യൂ. Lord, I bless these people. ഏത് ചലഞ്ചസിന്റെ മുൻപിലും അവർ ക്ഷീണിച്ചു പോകരുത്. Let them not be tired and weary in front of any ഈ challenges. ജനത്തിന് വേണ്ടി ഒരു അത്ഭുത ഡോർ തുറക്കണമേ. Oh Lord, open a wonderful and marvelous door before them. ഡോർ തുറക്കണമേ. Oh Lord, open it before them. ഇപ്പോൾ ഡോർ തുറക്കണമേ. Right now, open that door before them. യേശുവിൻ നാമത്തിൽ. In the name of Jesus. Amen. Amen. God bless you. Love you. ഡിസംബർ മാസം 23, 24, 25 ഫാമിലി കോൺഫറൻസ് ഉണ്ട്. God bless you. I love you. Let me remind you, there is a family conference happening in December 23 through 25. ഈ മീറ്റിംഗ് നിങ്ങളുടെ ഫാമിലികൾക്ക് അകത്തൊരു വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കും. In this meeting, there will be a great breakthrough in your family life. നിങ്ങൾ മനസ്സോടെ വരിക. Come with your whole heart. God bless you. Love you. God bless you and I love you.